ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സെന്നു ടോക്സ്. എല്ലാവർക്കും സുഖമല്ലേ? വീഡിയോയിലേക്ക് പോയാലോ? പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒരു കുഞ്ഞു യാത്ര പോയാലോ? സ്ഥലം നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടി കാണുമല്ലേ തമ്മിലേയും കണ്ടപ്പോൾ. ഈ റോട്ടിലൂടെ പോകുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്. രണ്ട് സൈഡിലും മരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് സരോവരം ബയോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം നമ്മൾ പറമ്പിൽ ബസാർ എത്താറായി. ആ മരത്തിലെ പൂക്കൾ പൂത്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഈ വഴിയിലൂടെ പോകുമ്പോൾ ആ ഗ്രാമീണ ഭംഗി ഒരു രക്ഷയുമില്ല. അത്രയ്ക്ക് അടിപൊളി കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പറമ്പിൽ ബസാറിൽ നിന്ന് കുരുവട്ടൂർ റോട്ടിൽ നമ്പ്യാർത്തി താഴത്തേക്ക് ലെഫ്റ്റ് സൈഡ് കുറച്ച് മുന്നോട്ട് പോയ ശാന്തിഗിരി ആശ്രമം എന്ന ബോർഡ് കാണാൻ സാധിക്കുന്നതാണ്. 4 തൂണുകളായിട്ട് നടുക്ക് ശാന്തിഗിരി എന്ന് കൊത്തി വെച്ചിരിക്കുന്ന മെയിൻ ഗേറ്റിലൂടെയാണ് നമ്മൾ അവിടേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടുന്നു പറയുന്നത് പോലെ മുകളിലോട്ട് പോകുന്തോറും ആ കാണുന്ന കാഴ്ചകൾ അതിമനോഹരം തന്നെയായിരുന്നു. പറമ്പിൽ ബസാർ ആനാവാങ്കുന്നിലാണ് ഈ മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ഈ മന്ദിരം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുന്നിലായി കാറെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്നത്. കുറച്ച് മുന്നോട്ട് പോയി ബൈക്ക് പാർക്ക് ചെയ്ത് അവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ. വിടർന്ന താമര ഇതളുകളെ കാണാൻ എന്തു ഭംഗിയാണല്ലേ! ഒരു വെണ്ണക്കൽ കൊട്ടാരം തന്നെ പറയാം. കുറച്ച് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം അങ്ങോട്ട് എത്താൻ. അതിൻ്റെ മുമ്പ് ചെരുപ്പെല്ലാം അയച്ചു വെച്ച് കാൽ കേകി വേണം സ്റ്റെപ്പ് കയറാൻ. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരിടമാണ് കാലിക്കറ്റിലെ ലോട്ടസ് ടെമ്പിൾ, അഥവാ ഇതിനെ ശാന്തിഗിരി ആശ്രമം എന്നും പേരുണ്ട് കേട്ടോ. കോഴിക്കോട് നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള യാത്ര. സ്റ്റെപ്പെല്ലാം കയറി മുന്നോട്ട് കയറുമ്പോൾ ഇവിടെ ഒരു ചേട്ടനെ കാണാം. ചേട്ടൻ്റെ കയ്യിലുള്ള ബുക്കിൽ നമ്മുടെ പേരും നമ്പറൊക്കെ എഴുതിച്ചിട്ട് വേണം ഇവിടേക്ക് പ്രവേശിക്കാൻ. 72 അടി ഉയരത്തിൽ 3 നിലകളിലായി വിടർന്ന താമരയുടെ മാതൃകയിലാണ് ഈ മന്ദിരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇനി കുറച്ച് ഉള്ളിലെ കാഴ്ചകൾ കണ്ടാലോ? ഇവിടെ ടോട്ടൽ 34 തൂണുകളാട്ടോ ഉള്ളത്. ഈവനിങ് ലൈറ്റൊക്കെ ഇട്ട് കാണാൻ നല്ല ഭംഗിയാണ്. സഞ്ചാരികൾക്ക് ഇവിടേക്കുള്ള പ്രവേശന സമയം രാവിലെ 10 മണി മുതൽ രാത്രി 8 മണി വരെയാണ്. പുറത്തോട്ട് നോക്കിയാൽ ചുറ്റിലും ഓരോ വിളക്കുകാലുകൾ നമുക്ക് കാണാം. അതിൽ ഒരു ബോർഡൊക്കെ വെച്ചിട്ട് അതിൽ നല്ല കോഡ്സൊക്കെ എഴുതിയിട്ടുണ്ട്. പുറത്തോട്ടൊക്കെ ഇറങ്ങിയാൽ ഇത് മലമുകളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് കോഴിക്കോട് സിറ്റിയുടെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ജന്നമ്മൾക്കൊരു ബീച്ചിൽ പോയൊരു ഫീലാണ്. ചുറ്റിനും മണലായത് കാരണം അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ്. ഇതിൻ്റെ താഴെയായിട്ട് 2 ഷോപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങുമ്പോൾ നിറയെ സഞ്ചാരികളുമായി ഒരു ബസ് എത്തിയിട്ടുണ്ട്. അവിടുത്തെ നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബായ്.